അയ്യോ എന്ത് പറ്റി ബാബ? അയ്യോ മനസ്സെത്തുന്നിടത്ത് കാലെത്തുന്നില്ലടി മോളെ. തുമ്പി ഓ ഇവനെ 3 ദിവസമായി ഇവിടെ കൊണ്ട് കിടത്തിയിട്ട് ഇതുവരെ ഇവൻ കണ്ണു തുറക്കുന്നില്ലല്ലോ. ഓ കണ്ണു തുറന്നില്ലെങ്കിൽ എന്താ, 3 നേരം വായ തുറക്കുന്നുണ്ടല്ലോ. 3 ദിവസം ഇയാൾ ഇവിടെ വന്നിട്ട് 3 ചാക്ക അരിയാ തീർന്നത്. അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് അവന്റെ കണ്ണു തുറപ്പിക്കണം. അതെന്തിനാ ബാവ? അല്ലെങ്കിൽ പട്ടിണി കിടന്ന് ചാവും. അയ്യോ ബാവ, ഇയാൾക്ക് ബോധം വന്നു. എന്ത് ദിവ്യ ഔഷധമാണ് കൊടുത്തത്? ഇത് ബീവറേജിൽ നിന്ന് മേടിച്ച മാട്ടറമ്മ. എടി ചത്ത് കിടക്കുന്ന ഡെഡ് ബോഡി വരെ ഇതിന്റെ മണം അടിച്ചാ ചാടി എണീറ്റ് ഇങ്ങനെ നിക്കും. അയ്യോ ഞാനിത് എടവയാ. എടവയോ? എടവാ ബഷീറിനെ അറിയോ? ആ മറ്റേ പാട്ടുകാരൻ. അതിന്റെ ഒരു സൗണ്ട് എഞ്ചിൻ ഉണ്ട്, സാബു. ഞാനുമായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു. ഇവിടെ പോടോ പോത്തേ ഇവിടുന്ന്. ഞാനിത് എവിടെയാണെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാനിത് എവിടെയാണ്? നിർത്തറാ നിന്റെ മോണാക്ട്. 3 ചാക്കരി തിന്ന് വയറ് വീർപ്പിച്ച് നിൽക്കുന്ന നിനക്ക് ഇത് എവിടാ നിനക്ക് അറിയത്തില്ലല്ലേ? വെള്ളം ചോദിക്കുന്നു. വെള്ളം ചോദിക്കുന്ന കണ്ടോ? ഞാൻ 3 ദിവസം മുമ്പ് ഇവനെ ഇത് മണപ്പിച്ചായിരുന്നെങ്കിൽ ഇവന് ദോസിൽ അടിച്ചാണ്. നീ അങ്ങനെ അടിക്കണ്ട. വെള്ളം തരിയല്ല. ഇത് എനിക്ക് പിന്നെ ഞാൻ അടിക്കാനുള്ള. എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾ ആരാണ്? ഞാൻ ബാബ. ഇതെന്റെ കുഞ്ഞ്. അത്ഭുതമായിരിക്കുന്നു. സംസാരിക്കുന്ന പാവയും അതിന്റെ കുഞ്ഞും ഞാൻ ആദ്യമായിട്ട് കാണുകയാണിത്. അത്ഭുത പ്രതിഭാസമാണല്ലോ ഇത്. എടാ എന്റെ പേരാണ് ബാബ. ഇതെന്റെ മോള് തുമ്പി. തുമ്പിയോ? തുമ്പി. തുമ്പി. ഈ തുമ്പി പറക്കുവോ? പറക്കും. കഴിഞ്ഞ ആഴ്ച ഇവിടെ തേനെടുക്കാൻ വന്ന ഒരു ചെറുക്കന്റെ കൂടെ ഇവള് വള്ളിയെ തൂങ്ങി ഒരൊറ്റ പറക്കങ്ങ് പറന്നു. പിന്നാലെ അടുത്ത വള്ളിയെ ഞാനും പറന്നു. അവന്റെ വള്ളി കണ്ടിച്ച് താഴെ ഇട്ടിട്ട് ഇവളെ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തി. പാവ എന്റെ പാവം തുമ്പി. അപ്പടി ഞുഞ്ഞു, അപ്പടി പിപ്പി, അപ്പടി ചിങ്ങാച്ചി. അതെ, ഇനി പറയുവോ? പറന്നാൽ പറയും. അതുകൊണ്ട് എന്റെ തുമ്പി പറക്കല്ലേ. ശരി. കലാമണ്ഡലം ഡോറയും ബുജി ഇങ്ങോട്ടൊന്ന് വരാമോ? എന്താ? അല്ല നിങ്ങൾ ശരിക്കും ആരാണ്? സത്യത്തിൽ നിങ്ങൾ ബോംബെ മുട്ടായിയുടെ കൂട്ടിരിക്കാണ്. ബോംബെ മുട്ടായി, ബോംബെ പൂട എന്നൊക്കെ പറയത്തില്ലേ? അതേപോലെ ഇരിക്കുന്നത്. ഞാൻ അറിയാതെ ചിലപ്പോ എടുത്ത് കടിച്ചു പോയനെ. ബാബ എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ ആരാണ്? നിങ്ങളുടെ പേരെന്താണ് ശരിക്കും? എന്റെ ശരിക്കും പേര് ബാലരാമുരം ബാബു. അതിന്റെ ഷോർട്ട് നെയിം ആണ് ബാബ. അതല്ലേ? അല്ല ഈ ബാലരാമപുരത്ത് കിടക്കുന്ന നിങ്ങൾ എന്തിനാണ് ഈ ഉൾക്കാട്ടി കിടന്നു വന്ന് ഈ മഞ്ഞു കൊള്ളുന്നതിന്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കുഞ്ഞേ അതങ്ങ് പറഞ്ഞു കൊടുത്തേ. എന്റെ ബാബ കണ്ണ് കെട്ടി ബൈക്കിൽ അഭ്യാസം നടത്തുകയായിരുന്നു. അതിനെ അഭ്യാസം ഒന്നല്ല ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. പിന്നെ തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറുവാന്ന് പറയും. അങ്ങനെ എന്റെ ബാബ കണ്ണ് കെട്ടി ബൈക്കിൽ അഭ്യാസം നടത്തിക്കൊണ്ട് കിലോമീറ്ററുകളോളം പോവായിരുന്നു. കണ്ണ് കെട്ടി 1 ആയി 2 ആയി 3 ആയി അങ്ങനെ 15 ആയപ്പോ കമ്മിറ്റിക്കാര് പറഞ്ഞു നിർത്തിക്കോളാം. അത് സ്വാഭാവികമാണ്. കാരണം 15 കിലോമീറ്റർ ഒക്കെ കണ്ണ് കെട്ടി ബൈക്ക് ഓടിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു സാഹസിക പ്രവൃത്തി തന്നെയാണ്. അയ്യോ 15 കിലോമീറ്ററും കണ്ണ് കെട്ടി പോയതല്ല, പിന്നെ 15 ആളെ ഇടിപ്പിച്ച് അങ്ങ് കൊന്ന്. അതിനുശേഷം പിന്നെ നാട്ടുകാർ അവിടെ നിർത്തോ? നാട്ടുകാർ ഞങ്ങൾ അങ്ങനെ കാട്ടിലേക്ക് ഓടിച്ചു. ഇപ്പൊ കാട്ടില് ഞങ്ങൾ 20 കൊല്ലായിട്ട് സെറ്റിൽഡാ. സെറ്റിൽഡാണ്. ഈ വനത്തിൽ CBSE-ലാണോ പഠിച്ചത്? അല്ല ഈ ചെന്നൈ സെറ്റിൽഡ്, കൊച്ചി സെറ്റിൽഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. വനത്തിൽ സെറ്റിൽഡ് എന്നൊക്കെ കേട്ടോണ്ട് ചോദിച്ചാണ്. അല്ല ഇവിടെ സ്ഥിര താമസമാക്കി എന്ന് പറഞ്ഞതാ. തുമ്പി, പ്രകൃതിയുടെ നിഗൂഢതയിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലാൻ സമയമായി. ഞാൻ പോയിട്ട് വരാം. ഈ പ്രകൃതിയുടെ നിഗൂഢതയിൽ ലയിക്കുമ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എടുക്കണ്ടേ? എന്ത്? ബക്കറ്റും വെള്ളവും. എന്നിട്ട് ലയിക്കുവോ ലയിക്കാതിരിക്കുവോ എന്ത് ചെയ്തോ? നീ വരിക. ഇപ്പൊ ഒരു ഹുസ് കേട്ടല്ലോ, അത് എവിടെ നിന്ന് വന്നു? വായിന്ന് വന്നു. ഭാഗ്യം, പോയിക്കോളൂ. ഞാൻ ഭയന്നു പോയി. തുമ്പി, ആ ബോംബെ പൂടെ അങ്ങ് പോയോ? ബാവ പോയല്ലോ. എന്റെ കിന്നാര തുമ്പി. തുമ്പിയോ? അല്ല, എനിക്ക് തുമ്പിയോടൊരു കിന്നാരം പറയാൻ തോന്നുന്നു. എന്നാ പറ.
എനിക്ക് തുമ്പിയെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളെ കാണുമ്പോ ഇത് തന്നെയാ പറയാ. നിങ്ങൾ 3 ദിവസമായിട്ട് ബോധമില്ലാതെ കിടക്കല്ലായിരുന്നു, അതെ. പിന്നെ എങ്ങനെയാ എന്നെ കാണുന്നേ? അപ്പഴത്തേ അങ്ങനെ ഇഷ്ടാവോ? തുമ്പിക്കൊരു കാര്യം അറിയാവോ? ഞാൻ ഇവിടെ വന്നപ്പോ ഒക്കെ എനിക്ക് ബോധം ഉണ്ടായിരുന്നു. ബോധം ഉണ്ടായിരുന്നോ? സത്യമായിട്ട് എനിക്ക് ബോധം ഉണ്ടായിരുന്നു. അയ്യോ, എന്നിട്ട് എന്താ കണ്ണു തുറക്കാഞ്ഞത്? കണ്ണു തുറക്കാത്ത എന്താന്ന് ചോദിച്ചാ, ഞാനിവിടെ വന്നപ്പോ തൊട്ട് ഒരു സുന്ദരി പെണ്ണ് ഇങ്ങനെ ഇമാതിരി തടവിയാൽ ആരാണ് കണ്ണു തുറക്കുന്നത്? ഒരടവ് നയം. ഞാൻ എത്ര സുന്ദരിയാണോ? ആദ്യവിടെ പിന്നത്തെ കാര്യം ഞാൻ സംസാരിക്കാം. ഈ ഫേസ്ബുക്കിൽ ഒരുത്തൻ എന്നെ ഭയങ്കര ശല്യം. ആരടി അവൻ? എനിക്കറിയില്ല. അവന്റെ പേര് പറ നീ. അവന്റെ പേര് രൺബീർ കപൂർ. അവൻ നിന്നോട് എന്താണ് പറയുന്നത്? അവൻ എന്റെ ഫേസ്ബുക്കിൽ നിന്ന് ഫോൺ നമ്പർ എടുത്തന്നേ, എന്നിട്ട് ഭയങ്കര ശല്യമാ. ഓഹോ, അത് അവനെ ഞാനൊരു കാര്യം ചെയ്യട്ടെ, അവനെ ഞാനങ്ങ് തീർത്തേക്കട്ടെ. ഈ ഭൂമി നീ തുടച്ചു മാറ്റട്ടെ അവനെ ഞാൻ. വേണ്ട, അവനെ തീർക്കണ്ട. അവനെ തീർത്താ പിന്നെ ഗൂഗിൾ പേയിൽ എനിക്ക് ആര് പൈസ അയക്കും? നിനക്ക് ഗൂഗിൾ പേ പൈസ അയച്ചിരുന്നുണ്ടോ? അത് വിട്. അല്ല, കുഴപ്പമില്ല. ഇറക്കാതെ വിളവെടുക്കുകയാണ്. അവനെ വിട്ടുകളാ. വിട്ടുകളഞ്ഞു. ഇപ്പൊ ചേട്ടൻ എന്തായാലും എന്നോട് ഇഷ്ടാന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ചേട്ടന് ജോലിയില്ലല്ലോ. എനിക്ക് ജോലിയില്ലാതെന്താ? എനിക്കൊരു മിഷൻ ഉണ്ട്. മിഷൻ ഉണ്ടോ? എന്നാ അത് ഇവിടെ കൊടുന്ന് ഇട്. എന്തിന്? എന്റെ ബാവയുടെ വള്ളി നിക്കറും എന്റെ പാവാടിയും തുന്നാലോ. എന്താണ് ഈ പറയുന്നത്? എന്റെ മിഷനിൽ നിന്റെ പാവാടയും ബാബയുടെ വള്ളി നിക്കറും ഒന്നും തുന്നാൻ പറ്റില്ല. അതെന്താ പറ്റാത്ത? തുള വീഴും. തുള വീഴുന്ന മിഷനോ? അതെന്ത് മിഷൻ? മിഷൻ ഗൺ. അയ്യോ ബാവ, ആറാടുകയായിരുന്നു ഞാനവിടെ. എന്തൊരു പ്രകൃതി രമണീയം. ഭാവിങ്ങി വന്നേ. എന്താ മോളെ? അദ്ദേഹത്തിന് എന്തോ പറയാനുണ്ടെന്ന്. സെറ്റ് ചെയ്യാം. അപ്പോ ഇതുവരെ ഉണ്ടായിരുന്ന സുഖചികിത്സയുടെ ബില്ല് സെറ്റ് ചെയ്യാനായിരിക്കും. ബില്ല് തരാനോ? അത് ഞാൻ തീരുമാനിച്ചിട്ടേ ഇല്ല. അതെന്ത് വർത്തമാനാണിത്? സുഖ ചികിത്സ എന്നല്ലേ പറഞ്ഞത്? അതെ, ചികിത്സ എന്ന് പറഞ്ഞാ മതി. സുഖം അത്ര പോരായിരുന്നു. അതല്ല ബാവ, പിന്നെന്താണ്? വേറൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയും. അത് ഞാൻ പറയുമ്പോ ബാബ തെറ്റിദ്ധരിക്കരുത്. ബാബ തെറ്റിദ്ധരിക്കുന്നില്ല, നീ പറ. ഈ നിൽക്കുന്ന തുമ്പിയം കൊണ്ട് ഞാനങ്ങ് പറക്കാൻ പോവുകയാണ്. നിന്റെ കാല് ഞാൻ വെട്ടും. ഇല്ല, പറക്കുന്നില്ല. ഞാൻ ബാവ കെട്ടിച്ചു താ, അല്ലെങ്കിൽ ഞാൻ പറക്കും. എടി തുമ്പി, നീ എന്ത് ഉദ്ദേശിച്ചാ പറയുന്നേ? ഊരും പേരും ഇല്ലാത്തവനെ നിനക്ക് കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ? നിനക്ക് ആരെങ്കിലും ഉണ്ടോടാ? എനിക്കാരുമില്ല, പക്ഷെ എനിക്കൊരാളുണ്ട്. ആര്? ബില്ല. ആ, ബില്ല്. നീ ഒരു കാര്യം ചെയ്യാ, GST അടക്കമുള്ള ബില്ല് അങ്ങ് എടുത്തേ. എടുത്തോണ്ട് വാ. ഇല്ല, GST അടക്കം വേണം കേട്ടോ, അല്ലാണ്ട് ചുമ്മാ ഗവൺമെന്റിനെ പറ്റിച്ച ഒരു പരിപാടി നടക്കില്ല. ഇതുണ്ട്, GST അടക്കമുള്ളതാണ്. ഇതെന്ത് ബില്ല്? ഇത് ബില്ല. ഈ ബില്ലിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ എന്റെ ബോസ്, ഈ ലോകത്തെ എന്റെ ദൈവം, അദ്ദേഹത്തിന്റെ പേരാണ് ബില്ല. എന്നാ പിന്നെ നീ ആ ബില്ലെ വിളിച്ച് കാര്യം സെറ്റ് ചെയ്യ്. ഫോണുണ്ടോ? ഫോണുണ്ട്. ഞാൻ നമ്പർ തരാം, ഒന്ന് ഡയൽ ചെയ്ത്. നമ്പർ അടിച്ചോളൂ. 000 000 ഇതെന്ത് നമ്പറാ? ഇത് ടോൾ ഫ്രീ അൺനോൺ നമ്പറാണ്. വിളിക്കണി മോളെ. വിളിച്ചോളൂ. അയ്യോ, ചെല്ലപ്പൻ അണ്ടിപ്പള്ളിക്കാവുന്നു. അതെ, ബോസിന്റെ അച്ഛന്റെ പേരിലാണ് ഈ സിം എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ്. പിന്നെ നിനക്ക് ഡിമാൻഡ് വല്ലതും ഉണ്ടോ? ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വേണോ? എനിക്കൊരു ഡിമാൻഡ് ഇല്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ. പ്രമുഖനായ ഒരു വലിയ വ്യാപാരി, ബോംബെ നഗരത്തിലെ ഒരു വലിയ വ്യാപാരിയുടെ കാറിനകത്തൊരു ബെൽറ്റ് ബോംബ് കൊണ്ടുവച്ചു. ആര് വെച്ചു? ഞാൻ വെച്ചിട്ടായി വന്നു നിൽക്കുന്ന കേട്ടോടാ ബാവേ. മോനെ, ഈ ബോംബ് പൊട്ടിച്ചാൽ ഉടൻ തന്നെ എന്റെ അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യും. നോക്കി നിൽക്കാതെ ആ ബോംബ് പൊട്ടിക്കടാ, 10 വരട്ടെ. അപ്പൊ കല്യാണ ചെലവ് 10 ലക്ഷം മതിയോ? മതി. തുമ്പിക്ക് സന്തോഷമായോ? തുമ്പി സന്തോഷായി. തെറ്റ് ചെയ്തു. ഇതാണ് ഞാൻ വെച്ചേക്കുന്ന ബോംബിന്റെ റിമോട്ട്. ഞെക്കി പൊട്ടിക്കാം അങ്ങോട്ട്. ഈ റെഡ് സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ ബോംബ് പൊട്ടും. പൊട്ടട്ടെ. എന്റെ അക്കൗണ്ടിലേക്ക് 10 ലക്ഷം വരും. ഞെക്കാൻ പോന്നു. ഇപ്പൊ ഞെക്കും. ഇന്നാ പിടിച്ചോ. ഞെക്കി 10 ലക്ഷം. ഇപ്പൊ അവിടെ ബോംബ് പൊട്ടിക്കണം. എനിക്ക് 10 വേണം. ബോസ് അറിഞ്ഞു കഴിഞ്ഞാലേ ബോസ് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. എന്റെ കല്യാണം നമ്മൾ വന്നോ? കേട്ടാ, എന്റെ അക്കൗണ്ടിൽ 10 ലക്ഷം രൂപ ട്രാൻസ്ഫർ ആയി. മെസ്സേജ് വന്നാണ്. ഈ ഉണ്ടയുടെ സാധനം ഇത് ഇങ്ങനെ. അതൊന്നും ഇനി വേണ്ടടാ. എന്തിനാണൊക്കെ? രണ്ടാമത് വന്നു. എവിടെ? ഫോൺ എവിടെ?
അത് 5 ഇട്ടതാണ്. അതാണ് ഈ 2 പ്രാവശ്യം മെസ്സേജ് വന്നത്. ഒരുമിച്ചിടാൻ പറ്റിയല്ല. ഒരുമിച്ചിട്ടാണ് ഒറ്റ മെസ്സേജ് ഇടാം പൂളെ വരത്തുള്ളൂ. ഇതിപ്പോ 2 വന്നേക്കാം. 5 വന്നേക്കുന്നത്. പിന്നെ വന്നു. പിന്നെയും സൗണ്ട്. അപ്പം 3.5 സംതിങ് ഇട്ട് 3 പ്രാവശ്യം ഇട്ടതായിരിക്കും. 3.5 സംതിങ് വെച്ച് അതുകൊണ്ടാണ് 3 പ്രാവശ്യം മെസ്സേജ് വന്നത്. സാരമില്ല, സാധനം വന്നാ മതി. പിന്നെ വരുവാണല്ലോ തെരുതരെ. അപ്പോ 2.5 ഗുണിതങ്ങൾ 2.5 ഗുണിതങ്ങളാണ് വന്നേക്കുന്നത്. അന്ന് കൂട്ടി നോക്കിയാ അതെ 2 2 5 5 5 10 10 അങ്ങനെ 4 ഇട്ടേക്കുക സാധനം. പിന്നെയും വരുന്നു തെരുതര വരുവാ. അയ്യോ എന്താ? അല്ല എന്റെ കാലിന് വേനയാണോ? എന്റെ കയ്യിൽ ഫോൺ ഇല്ലായിരുന്നല്ലോ. പിന്നെ എങ്ങനെയാണ് സൗണ്ട് കേട്ടത്? എവിടുന്ന് ഇവിടെ വല്ലതും വെച്ചിട്ടുണ്ടോ? ഇതൊന്നും ഇത് കുറച്ച് വയറുണ്ട് ഇവിടെ. വേറെ അയ്യോ അയ്യോ പടിപാളി പടിപാളി. എന്താണ്? അതെ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ ഒരു വ്യാപാരിയുടെ കാറിൽ ബെൽറ്റ് ബോംബ് വെച്ചെന്ന്. ആ ബോംബാണിത്. അയ്യോ അപ്പൊ അവിടെ വെച്ചതോ? അവിടെ വെച്ചത് എന്റെ പാൻഡയിൽ ഇട്ടിരുന്ന ബെൽറ്റാണ്. ജീവനും കൊണ്ട് പറക്കാം. അയ്യോ അയ്യോ